സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ നായ്ക്കൾക്ക് നല്ല സാധനങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ടോ? അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ പന്നികളുടെ മുമ്പിൽ മുത്ത് ഇട്ട് കൊടുക്കുമോ? ഇല്ല. നീ നിൻ്റെ സഹോദരനായിട്ട് ആണ് നിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കാണുന്നതെങ്കിൽ അവരെ മറ്റ് മൃഗങ്ങളെപ്പോലെ കാണാതിരിക്കുക. നീ അശുദ്ധമായതാണ് നീ അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അവരെ കാണുന്ന വിധം അതുപോലെയാണ്. നിൻ്റെ സഹോദരനാണ് സഹോദരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ എന്തു ചെയ്യണം? നീ അവർക്ക് നന്മ ചെയ്യണം. അവർക്ക് നന്മ ചെയ്യുമ്പോൾ അവരും ആ നന്മ നിനക്ക് തിരിച്ചു തരും. എന്താണോ അവരിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് അത് നീ അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോഴേ അവർക്കത് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ നീ തിന്മയാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അവരും തിന്മയാണ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാകുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നന്മയുകൊണ്ട് വേണം തിന്മയെ കീഴടക്കാൻ. സ്നേഹിക്കുക, ക്ഷമിക്കുക എന്നൊക്കെ വെറുതെ പറയുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.